ഇന്നും ക്ലാസ് ഒക്കെ കഴിഞ്ഞു വന്നപ്പോ പതിവ് പോലെ നമുക്ക് വിശപ്പ് തന്നെയാണ് കേട്ടോ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ കെറ്റിലുണ്ടല്ലോ. ഇന്ന് നമ്മൾ കെറ്റില് ഒരു കാരമലൈസ്ഡ് ബ്രെഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് പക്ഷെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് പാൽപ്പൊടി ഒക്കെ വെച്ചിട്ട് പാലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിന്റെ മേലേക്ക് ഈ ഒരു പാല് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴേ ഞാനൊരു കാര്യം പറയാം, ഇതിന് അത്യാവശ്യം നല്ല മധുരമാണ്. അപ്പൊ ആവശ്യത്തിന് മാത്രം ബ്രെഡ് യൂസ് ആക്കാം. എന്നിട്ട് നമ്മൾ കെറ്റിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇനിയിപ്പോ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് തിരിച്ചും മറിച്ചൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഞാനൊരു 3 ബ്രെഡാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് 3 ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് 3 ഞാൻ മേലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സംഭവം ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മുടെ കാരമലൈസ്ഡ് ബ്രെഡ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലെ കുറച്ച് ഐസ്ക്രീം ഒക്കെ ഇട്ട് കൊടുക്കാം. എന്റെ കയ്യിൽ ഇപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതൊന്നും ചെയ്യുന്നു. പക്ഷെ ഐസ്ക്രീം ഒന്നും ഇല്ലെങ്കിലും ഇത് ഇങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു ഡയറ്റ് ഉള്ള ആളോ അല്ലെങ്കിൽ ഷുഗർ കട്ട് ഉള്ള ആളൊക്കെ ആണെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്യണ്ട. ഇതിന് അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. ഒരു സബ്സ്ക്രൈബ് ഒക്കെ ആവാം.